ബാബാ വേം ബാ, വേം വന്നേ. വിളിച്ചാ വരുമെന്ന് നോക്കാം ഗൈസ്. ബാ, നേരത്തെ വന്നു കേട്ടോ, ഇപ്പം വരുമെന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ എടുക്കുമ്പോൾ മാത്രം എനിക്കിങ്ങനെ ടോ വരുന്നത് എന്താണെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അറിയില്ല. എനിക്കങ്ങനെ അറിയില്ല ഗൈസ്, ടോ എന്നൊന്നും ഞാൻ പറയാറില്ല. പക്ഷേ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ടോ എന്നിങ്ങനെ ആയിപ്പോന്നു. ബാബാ ബാബാ വാ ഗൈസ്, ഭയങ്കര സ്നേഹമാണ് ചക്കരക്കുട്ടൻ. അപ്പോൾ ഇതാരാന്ന് നമുക്ക് അറിയാമോ? നമ്മുടെ നേരത്തെ അപ്പൂൻ്റെ കുഞ്ഞു കുട്ടികൾക്ക് പേരൊന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ അതിനകത്തെ ആ ഒരു കൊച്ചേട്ടോ. അപ്പോൾ അവനെ കളിക്കാൻ എന്താ വിളിക്കുന്നുണ്ട്. അതിൻ്റെ സഹോദരനും കൂടെ ഉണ്ട്, രണ്ടുപേരാട്ടോ, രണ്ടുപേരും ആൺപിള്ളേരാണ്. അപ്പോൾ ഇവന് പേരിട്ടിട്ടുണ്ട് കുഞ്ഞാപ്പി. കുഞ്ഞാപ്പി എന്നാണ് ഇവൻ്റെ പേര്. അവൻ്റെ പേര് ചീമക്കുട്ടൻ. ചീമ കളർ പോലെ ആയതുകൊണ്ട് ഞങ്ങളങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് വിളിക്കാൻ എളുപ്പത്തിനായിട്ട്, അല്ലാതെ പേരിൻ്റെ രസം നോക്കിയിട്ടില്ല. ഞങ്ങൾക്ക് വിളിക്കാൻ എളുപ്പത്തിനായിട്ട് ഞങ്ങൾ കണ്ടിട്ട് തോന്നുന്ന പോലെയാണ് ഞങ്ങളുടെ വീട്ടിലെ പൂച്ചകളെ എല്ലാവരും ഇട്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് തോന്നുന്നു കുരുത്തം കിട്ടത്. അവർക്ക് വൈകുന്നേരം പൂച്ചയ്ക്കൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഈവനിങ് വ്ലോഗാണ് ഗൈസ്. വേറൊന്നുമല്ല, കുറച്ച് നാളായിട്ട്, ഒരുപാടായിട്ടുണ്ട് നമ്മൾ വീഡിയോസ് ഇടാറില്ലായിരുന്നു. ലോങ് വീഡിയോസ് ഒന്നും ഇടാറില്ലായിരുന്നു. പോകുന്നു. അപ്പോൾ ലോങ് വീഡിയോ ഒന്നും ഇടാറില്ലായിരുന്നു. കാരണം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ, പരീക്ഷയാണ്. പിന്നെ എന്താ സമയം കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഗൈസ്. ഒരു നല്ല ഞങ്ങൾക്ക് തുടങ്ങിയത് സമയം, ഞങ്ങൾക്ക് പരീക്ഷ തുടങ്ങിയത് 24-ാം തീയതി തൊട്ടാണ്. ഫെബ്രുവരി 24 തൊട്ട് മാർച്ച് 27 വരെയാണ്. അപ്പം ഇത്രയും നീളമുള്ളതെന്ന് പറഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞാൽ നല്ല സമയമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് 5ഉം 4ഉം ദിവസം പഠിക്കാൻ സമയമുണ്ട്. അപ്പോൾ വീഡിയോ ഇടാൻ ഡേറ്റ് ആയെന്ന് വെച്ചാൽ പഠിക്കാൻ വേണം, സമയം വേണം. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ സമയമുണ്ട് ഗൈസ്. പിന്നെ മടി കാരണമാണ്. പിന്നെ അതുപോലെ ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം ഞാൻ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ സ്പീഡ് അങ്ങോട്ട് കൂട്ടാൻ നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ലൈവായിട്ടുള്ള വോയിസ് കട്ടായി പോകുന്നു. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അത് വല്ലാത്ത കഷ്ടമാണ്. 2 വീഡിയോ റെഡി വിത്ത് മീ എടുത്തിട്ടുണ്ടായിരുന്നു, വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഡേ മൈ ലൈഫ്. അതും പോയി, തൊണ്ടവേദന എടുക്കുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് പരീക്ഷ ഉണ്ടായിരുന്നു, മാത്സ് ആയിരുന്നു. ഇന്ന് 9ാം ക്ലാസ്സുകാർക്കും മാത്സ് ആയിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ ആയിരുന്നു. ഇനി തൊട്ട് എല്ലാ ദിവസവും രാവിലെയാണ്. ഇനി എനിക്ക് 12ാം തീയതി ഉള്ളൂ പരീക്ഷ, ഹിന്ദിയാണ് ഇനിയിട്ട്. അപ്പോൾ മാത്സ് കുഴപ്പമില്ലായിരുന്നു, എഴുതി. അപ്പോൾ ഉച്ചയ്ക്ക് ബസ് ഉച്ച വരെ ഉള്ളായതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് വന്നു. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരമായി. ഞാൻ വെച്ചു എന്തായാലും വീഡിയോ എടുക്കാം. നമ്മുടെ ചാമ്പമാരെ നല്ലോണം, എനിക്കറിയാം നമ്മുടെ വീഡിയോയിൽ ചാമ്പക്കയുടെ വീഡിയോ ഒക്കെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. എന്നാലും എനിക്ക് ചാമ്പമാരെ ഇങ്ങനെ നല്ലോണം പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു മരത്തിൽ ഒരു സൈഡ് മൊത്തം ഇങ്ങനെ കിടപ്പുണ്ടായി. പഴുക്കുമ്പോൾ പിന്നെ നമ്മൾക്ക് വേണ്ടുന്നവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. നമുക്കെല്ലാം കൂടെ നമ്മൾ എടുക്കാറൊന്നുമില്ല, കുറച്ച് തിന്നാൻ എടുക്കും. പിന്നെ ഒരു പ്രാവശ്യം മാത്രം കുറച്ച് തോനെ എടുത്തതെന്ന് പറഞ്ഞാൽ ഉപ്പിലിടാം. കഴിഞ്ഞ ഒരു സീസൺ വന്നപ്പോൾ ഇത്രയും പിടിച്ചില്ല. അപ്പോൾ ഓരോ സീസൺ ആകുമ്പോഴത്തേക്കും ഇത് കൂടി നല്ലോണം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നല്ല രീതി പിടിച്ചിട്ടുണ്ട്. പഴുത്ത ഒരേ പാകത്തിന് നിൽക്കുകയാണ് സൈസുകൾ. അപ്പോൾ പഴുക്കുമ്പോൾ എല്ലാം കൂടെ നല്ലോണം പഴുക്കും. ഇപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് ആയിട്ടേ ഉള്ളൂ, ചിലതൊക്കെ കുറച്ചും കൂടെ പിങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ മാങ്ങ പിടിച്ചിട്ടുണ്ട്, അത് ഇപ്പുറത്തെ വശത്താണ്, അതെല്ലാം കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ഇവിടെ നിൽക്കുന്നൊരു മാവുണ്ടായിരുന്നു, അപ്പോൾ അതുണ്ട്. പിന്നെ പറയാനെന്താ, പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് ഗൈസ്. സന്തോഷമാണോ സങ്കടമാണോ നിങ്ങൾ പറ. നമ്മുടെ പൂച്ചക്കുട്ടന്മാരിൽ നമുക്കറിയാം ജിൻഡോ അതല്ല കേട്ടോ സന്തോഷ വാർത്ത. നമ്മുടെ ജിൻഡോമാൻ പോയെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മുടെ അപ്പുക്കുട്ടൻ വീണ്ടും 2 പിള്ളേരും കൂടെ വന്നു ഗൈസ്, പ്രസവിച്ചു. അപ്പോൾ 2 പേരും ഉണ്ട്, നല്ല തൂവെള്ളയും ഒരു കറുപ്പ് പോലത്തെയും. പക്ഷേ സംഭവം എന്ന് പറയുന്നത് ആ ഒരാണും ഒരു പെണ്ണാണ്. ആ തൂവെള്ള പെൺകുട്ടിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിൽ ഇനി ഒരിക്കലും പെൺപൂച്ചകളെ കൊണ്ടുവരില്ല. അപ്പൂനെ എന്തായാലും നമ്മുടെ വീട്ടിൽ നിന്ന് കളയത്തില്ല. എത്ര നാളായാലും അപ്പൂനെ നമ്മൾ കളയത്തില്ലെന്ന് ഉറപ്പിച്ച കാര്യമാണ്. അപ്പോൾ എന്തായാലും
കുട്ടികളെ ഒരാളെ നമ്മൾ ഒരാൾക്ക് കൊടുക്കും ഗൈസ്, അവർക്ക് വേണമെന്ന് പറഞ്ഞു, ആൺകുട്ടിയെ മാത്രം. പെൺകുട്ടിയെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചേക്കുന്നത് കുറച്ച് വലുതാക്കിയതിന് ശേഷം അതിനെ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്താക്കാമെന്നാണ് വിചാരിച്ചത്. പുറത്താക്കുന്നതെന്ന് വെച്ചാൽ അത് തനിയെ പോവുമായിരിക്കും ഗൈസ്. എന്ന് വെച്ചാൽ അതിന് നമ്മൾ വിളിക്കാനൊന്നും പോകത്തില്ല, നമ്മൾ അങ്ങനെ അടുപ്പൊന്നും ആക്കി വെക്കത്തില്ല. അപ്പം തനിയെ പൂച്ചകൾ പോകും. നമ്മൾ അധികം അടുപ്പൊക്കെ ആക്കുമ്പോഴാണ് ഇതാക്കുന്നത്, അപ്പോൾ തനിയെ ഇത് പൊക്കോളൂല്ലോ. അപ്പം വല്ലാവുന്നതിന് മുമ്പ് അതിനെ നമ്മൾ ഇവിടുന്ന് ആ പടി ഇറക്കി വിടുന്നതായിരിക്കും. അപ്പം ഞാൻ കാണിച്ചത് നല്ല രസമാണ്, പക്ഷേ ഞങ്ങൾക്ക് അതിനെ ഒട്ടും കൊടുക്കാൻ താല്പര്യമില്ല. വളർത്തണമെങ്കിലും പിന്നെ 6 പൂച്ചയാവും ഗൈസ് ടോട്ടൽ. ഇപ്പോൾ ഇവിടെ 6 പൂച്ചയുണ്ട്. കുഞ്ഞുങ്ങൾ ആ രണ്ടൊരു ബൈൻ ഡ്യൂട്ടിയിലാണ്. ഒരു വലിയ പെട്ടിക്കകത്തായിരുന്നു അവർ കിടന്നത്, പക്ഷേ ഇപ്പോൾ അവൻ തന്നെ പറക്കിക്കൊണ്ട് ഒരു കുഞ്ഞു പെട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് തുണി, പഴയ തുണി ഞാൻ ഇങ്ങനെ ഷാള് പഴയ പണ്ടത്തെ ഷാളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള. അപ്പോൾ അതിൻ്റെ അടിയിൽ ന്യൂസ് പേപ്പറിൻ്റെ ഒരു വലിയ സെറ്റ് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ സുഖം കാണും അതിനകത്ത് കിടക്കാൻ, അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളടക്കം മഴയുണ്ട് ഇവിടെ. ഇടയ്ക്കൊക്കെ കഴിഞ്ഞ ആഴ്ച നല്ല മഴയായിരുന്നു, ഇപ്പോൾ കുഴപ്പമില്ല ഗൈസ്. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു ദിവസം ഞായറാഴ്ച മൊത്തം മഴയുണ്ടായിരുന്നു, ഇങ്ങനെ ചാറ് നിന്നാണ്. പക്ഷേ ഇപ്പം വൈകുന്നേരം എല്ലാം നല്ല ഇരുളൊക്കെ ആയിട്ട് വരും, പക്ഷേ അങ്ങനെ മഴയൊന്നുമില്ല. ഞാനിങ്ങനെ പറഞ്ഞ് ലാഗാക്കിയില്ല. വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ചാമ്പയ്ക്ക മരം. ഇതാ ഒരുപാട് കേട്ടോ, ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴികളെയൊക്കെ ഇറക്കി വിടത്തില്ലേ, ഇവർ ഈ താഴെ നിൽക്കുന്ന ചാമ്പയ്ക്കൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇതങ്ങോട്ട് ചാടി കൊത്തി തിന്നക്കാണ് ഗൈസ്. അപ്പോൾ ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട് ഉള്ള സമയമാണ്, കണ്ടോ ഒരു ഇരുട്ട് പോലെ തോന്നുന്നില്ലേ. അപ്പോൾ ഇതാ ഇഷ്ടം പോലെ ചാമ്പയ്ക്കുണ്ട് ഗൈസ്. മണ്ട മൊത്തം കൊല കുത്തി പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. അപ്പം ഈ താഴെ നിൽക്കുന്നതൊന്നും നമുക്കല്ല, കോഴിക്കാണ് ഗൈസ്. നമ്മൾ ഇതെന്തായാലും കോഴി കുത്തിക്കൊണ്ട് പോകത്തേ ഉള്ളൂ. അതേപോലെ തന്നെ പേരയ്ക്കയുടെ സീസൺ തീർന്നു ഉള്ളപ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു. പേരയ്ക്കകളും തറയെ വന്ന് വീണതെല്ലാം പോയിട്ടുണ്ട്. പപ്പ വന്നിട്ടുണ്ട്, അതാണ് നമ്മുടെ പശു കരയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പശുവേ ഉള്ളൂ കേട്ടോ. ഒരെണ്ണത്തിന് നമ്മൾ ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ വാങ്ങിക്കും ഒരെണ്ണത്തിനെ കൂടെ വീണ്ടും. ഒരു അപ്പയ്ക്ക് കൈ വയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ആ പശുവിനെ കൊടുത്തത്. അപ്പോൾ അപ്പ വന്നുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് കരയുന്നത്. ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇവൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വീണ്ടും ഇവൾ ഒറ്റയ്ക്കായിട്ടുണ്ട്. പപ്പ വന്നുകൊണ്ടാണ് കരയുന്നത്. കച്ചി ഇട്ട് കൊടുത്തിട്ടും തിന്നാത്ത എന്താ സങ്കടമായിരിക്കും. ഇന്നലെയാണ് കൊടുത്തത് കേട്ടോ. നമ്മുടെ പശുവിന് കൊടുക്കാൻ ചക്കക്കുരുവൊക്കെ തൊലി ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് തൊലി കളഞ്ഞിട്ട് പുഴുങ്ങും, കുറച്ച് വേവിക്കും, എന്നിട്ട് ആണ് പശുവിന് കൊടുക്കുന്നത്. ഇതാണ്ടേ ഉണക്കാൻ വെച്ചേക്കാം, അത് കുറച്ച് ഉണങ്ങി, ഇത് ഉണങ്ങാൻ കിടക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ ചീര നമ്മൾ ചീര നട്ടിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ, രണ്ട് മിക്സഡാണ് കേട്ടോ, പച്ചയുണ്ട് ചുമപ്പുണ്ട്. സ്കൂൾ ബസ് വന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓഫ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്തതിന്. സ്കൂൾ ബസ് പെട്ടെന്ന് വന്നു കേട്ടോ, ഞാൻ അറിഞ്ഞില്ല. ഇതാണ്ടേ ഗൈസ് നമ്മുടെ കോവയ്ക്ക ഇവിടെ കിടന്ന് പഴുത്തു പോയി. ഇപ്പം നമുക്കിത് കോഴിക്ക് കൊടുക്കാം, കോഴിക്ക് സർപ്രൈസ് ആവട്ടെ. ഇതാ അപ്പോൾ ഗൈസ് നമ്മുടെ മാങ്ങയാണ്. കുറച്ച് ഈ ഒരു വശത്ത് മാത്രമേ പിടിച്ചിട്ടുള്ളൂ. നമ്മുടെ പാവലെല്ലാം പോയിട്ടോ ഗൈസ്, ഒന്നും തന്നെ ഇല്ല. എല്ലാം നമ്മൾ നേരത്തെ മാങ്ങ കേട്ടോ കാണിച്ചത്. എനിക്ക് അവിടെ നോയ്സ് ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ ഇങ്ങനെ നിന്നത്, റോഡല്ലേ. അപ്പോൾ എനിക്ക് അവിടെ ഒന്നും പറയത്തില്ല, ആരെങ്കിലുമൊക്കെ കേൾക്കും. അപ്പോൾ അതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞ് പാവയ്ക്ക, മൊത്തം പോയിട്ടോ. ഇനി അടുത്തത് ഇങ്ങനെ പാവണം. നമ്മൾ കെയർ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ശരിയായില്ല. നമ്മുടെ വഴുതണങ്ങ നല്ല രീതിക്ക് വളർന്നിട്ടോ, ഒരുപാട് കേട്ടോ. നമ്മൾ വഴുതണങ്ങിനകത്ത് എടുത്തിട്ടുണ്ട്, ഇപ്പോഴാണ് കാണിക്കാൻ പറ്റിയത്. ഒരാൾ എന്നെ ചുറ്റിപ്പറ്റി കറങ്ങാണ്. എന്താണ് പ്രശ്നം മോനെ? എന്തൊക്കെ മഴ വരുന്നു ഗൈസ്, നമുക്ക് തുണിയെല്ലാം അങ്ങ് പറക്കാം. ഇവിടെ പോയാലും എൻ്റെ കൂടെ വരും. വടാ നമ്മൾ അപ്പൂപ്പൻ താടി പറക്കാൻ ഇറങ്ങിയതാണ്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, എൻ്റെ ഒരു ഡപ്പ നിറയെ അപ്പൂപ്പൻ താടിയാണ്. ഞാൻ കാണിച്ചു തരാം ലൈവായിട്ട് അപ്പൂപ്പൻ താടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ കൊണ്ടിട്ടൊന്നുമല്ല, ഇവിടെ ഇഷ്ടം പോലാണ്. നമുക്ക് പറത്തി വിടാം. ഞാൻ എപ്പോഴും ഡപ്പയിലിട്ട് വെക്കാണ് മടി. പറത്തി വിടാം. എന്താ അടുത്തത് ദാ ഇവിടെ ഞാൻ കണ്ടുപിടിച്ചിട്ട് പറയാം. ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. അതാരാണ് കണ്ടോ?
ഇവനാണ് എൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ എന്നെ ശല്യപ്പെടുത്തും. ഇതാ ഗൈസ് ലൈവായിട്ട് നിങ്ങൾ കണ്ടു. ഒരുപാട് ഇപ്പം നിങ്ങളുടെ സ്ഥലത്തൊക്കെ ഇങ്ങനെ അപ്പൂപ്പന്താടിയൊക്കെ കിട്ടും. ഞങ്ങളിവിടെ ഇതിന് അപ്പൂപ്പന്താടി എന്നാണ്, വേറെ വല്ല പേര് പറയുമെന്ന് എനിക്കറിയില്ല. എന്നാലും ചോദിക്കുന്നേ ഉള്ളൂ. മാറിക്കടാ, വീഡിയോ എടുക്കട്ടെ. പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു മിനി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മഴ വരാൻ പോകുന്നു കേട്ടോ, അതാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ബൈ ബൈ.